ഇസ്രായേലിനെ എല്ലാ തരത്തിലും പിടിച്ചുലച്ച കാട്ടുതീ 30 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കാട്ടുതീ ദുരന്തത്തിൽ പ്രധാന ഹൈവേകൾ അടയ്ക്കുകയും ആളുകളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തിരുന്നു. സൈന്യത്തിനും അഗ്നിശമന സേനയ്ക്കും പുറമെ അന്താരാഷ്ട്ര തലത്തിലും സഹായം തേടിയിരുന്നു ഇസ്രായേലി ഭരണകൂടം. ചൂട് കൂടിയതും ശക്തമായ കാറ്റുമാണ് വിവിധ ഭാഗങ്ങളിലേക്ക് തീ പടരാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ. ബുധനാഴ്ച രാവിലെ ജെറുസലേമിന്റെ മലയോര മേഖലയിൽ നിന്നായിരുന്നു കാട്ടുതീയുടെ ഉത്ഭവം. പിന്നീട് ഇത് പടിഞ്ഞാറൻ മേഖലകളിലേക്കും പിന്നീട് കിഴക്കോട്ടും പടരുകയായിരുന്നു. ഇവിടങ്ങളിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ഇത് അഗ്നിശമന ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജെറുസലേമിന് 15 മൈൽ പടിഞ്ഞാറുള്ള നെവ്ശലോമനാണ് കാട്ടുതീയുടെ രുദ്രതാണ്ഡവത്തിന് ഇരയായ പ്രധാന പട്ടണങ്ങളിലൊന്ന്. നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു ഇവിടെ തീ പടർന്നത്. ദേശീയ അടിയന്തരാവസ്ഥ എന്നാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. ഹൈവേകളിൽ ഉൾപ്പെടെ നിറഞ്ഞ കട്ടിപ്പുകയ്ക്കിടയിലൂടെ ആളുകൾ നടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ശ്വസനം സാധ്യമാകാത്തതിനാൽ പലരും റോഡുകളിൽ കാറുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടിരുന്നു. 163 അഗ്നിശമന സേനകൾ, ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ, സൈന്യം എന്നിവരുടെ അവിരാമ പരിശ്രമമാണ് ഒടുവിൽ ഫലം കണ്ടത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള വാതകങ്ങൾ സ്പ്രേ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ശ്വാസ സംബന്ധ പ്രശ്നങ്ങളും പൊള്ളലും മൂലം 18 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഗർഭിണികളായ 2 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. കൂടാതെ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരിൽ 12 പേരും നേരിയ പരിക്കുകൾ ഉണ്ടായതിനെ തുടർന്ന് വൈദ്യസഹായം തേടിയിരുന്നു. ഏകദേശം 5000 ഏക്കർ ഭൂമിയാണ് കാട്ടുതീയിൽ കത്തിയമർന്നത്. ദുരന്തത്തിന്റെ ഫലമായി കുറഞ്ഞത് 10 കമ്മ്യൂണിറ്റികളെയെങ്കിലും അപകട മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രികളിലാണ് അതിൽ പലരെയും താമസിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ഏറ്റവും പ്രചാരമുള്ള വാർത്താ ചാനലായ ചാനൽ 12 അവരുടെ സ്റ്റുഡിയോ പോലും ഒഴിയേണ്ട സാഹചര്യമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായാണ് അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ നേരിടേണ്ടി വരുന്നത് എന്നാണ് ചാനൽ പ്രതികരിച്ചത്. ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ആരോ മനഃപൂർവ്വം തീയിട്ടതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന സംശയം ഇസ്രായേലി പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംശയിക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതിനെയും രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഫലസ്തീനികളുടെ ഇടപെടലാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നെതന്യാഹു പറയുന്നത്. 18 പേരെ അറസ്റ്റ് ചെയ്തതായുള്ള തെറ്റായ അവകാശവാദവും നെതന്യാഹു ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ 3 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂവെന്ന് പോലീസ് പറയുന്നു. അതേസമയം അഗ്നിശമന സേനയുടെ പ്രാഥമിക വിലയിരുത്തലിൽ തീപിടുത്തത്തിന് കാരണം കാൽനട യാത്രക്കാർ അശ്രദ്ധമായി തീക്കൊള്ളി വലിച്ചെറിഞ്ഞതാണ് എന്ന സൂചന ലഭിച്ചതായി ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തീപിടുത്തത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പങ്ക് തള്ളിക്കളയാനാകില്ലെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രതികരിച്ചിരുന്നു. അനിയന്ത്രിതമായി പടർന്നു പിടിച്ച കാട്ടുതീ തടയാൻ മറ്റ് രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇസ്രായേൽ. തീയണയ്ക്കാൻ കൂടുതൽ അഗ്നിശമന വിമാനങ്ങൾ എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി വിദേശകാര്യമന്ത്രിയുടെ ചർച്ച. ഇറ്റലിയിൽ നിന്നും മസഡോണിയയിൽ നിന്നും അത്തരം 3 വിമാനങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങളും നടന്നിരുന്നു. അതേസമയം അഗ്നിശമന സേനയെ അയക്കാമെന്ന് ഫലസ്തീൻ അതോറിറ്റി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇസ്രായേൽ അതിനോട് പ്രതികരിച്ചിരുന്നില്ല. 2016 ഹൈഫയിൽ സമാനമായി കാട്ടുതീ പടർന്നു പിടിച്ചപ്പോഴും ഇസ്രായേലിനെ സഹായിക്കാനായി ഫലസ്തീൻ അതോറിറ്റി രംഗത്തെത്തിയിരുന്നു.